സർക്കാർ സ്ഥാപനങ്ങളിലെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരുടെ കണക്കെടുക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു. പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറിയോടും വിവിധ വകുപ്പ് മേധാവിമാരോടും 3 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജൂലൈ 2-നാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം സർക്കാർ നൽകിയത്. അതിനാൽ ഈ മാസം തന്നെ വകുപ്പ് മേധാവികൾ റിപ്പോർട്ട് നൽകേണ്ടി വരും. ഓരോ വകുപ്പിലെയും ആകെ താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം നിയമന രീതി അനുസരിച്ച് വേർതിരിച്ച് നൽകണം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, കരാർ, ദിവസവേതനം എന്നിങ്ങനെ വിവിധ രീതികളിൽ നിയമിച്ചിട്ടുള്ളവരുടെ എണ്ണം അതത് വകുപ്പ് മേധാവികൾ അറിയിക്കണം. ഉദ്യോഗസ്ഥന്റെ പേരും തസ്തികയും, നിയമന രീതി, ഉത്തരവും നമ്പറും, തീയതിയും, ജോലിയിൽ പ്രവേശിച്ച തീയതി എന്നിവ അടങ്ങിയ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ 2 LDF സർക്കാരുകളുടെ കാലത്ത് നിയമിച്ച ആയിരക്കണക്കിന് പേരാണ് ഇപ്പോഴും സർവീസിൽ തുടരുന്നതെന്നും ഇതിൽ പലരും രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളാണെന്നും ആരോപണം ഉയർന്നിരുന്നു. ഉയർന്ന ശമ്പള നിരക്കിൽ ദീർഘകാലമായി ചില പ്രോജക്റ്റുകളിലും തസ്തികകളിലും ജോലി ചെയ്യുന്നവരുണ്ട്. കരാർ ദിവസവേതന നിയമനത്തിന്റെ നടപടി പാലിക്കാൻ നിശ്ചിത ദിവസങ്ങളിലെ ഇടവേളയ്ക്ക് ശേഷം ഇവർക്ക് പുനർനിയമനം നൽകും. അതിനാൽ പുതിയ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. താൽക്കാലിക ജീവനക്കാരുടെ വേതനം 2016-ൽ പുതുക്കി നിശ്ചയിക്കുകയും എല്ലാ വർഷവും 5% വീതം വർദ്ധിപ്പിക്കാൻ 1ഉം 2ഉം പിണറായി സർക്കാരുകൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. സപ്ലൈകോയിലും കൃഷി, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളിലെ ഫാമുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും ക്ഷേമനിധി ബോർഡുകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ ഉൾപ്പെടെ താൽക്കാലിക നിയമനം ഏറെയുണ്ട്. സർക്കാർ ഇപ്പോൾ നടത്തുന്ന ഈ നീക്കം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള തന്ത്രമാണെന്നാണ് CITUവും AITUCയും ആരോപിക്കുന്നത്. കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് താൽക്കാലിക ജീവനക്കാരും വിവിധ വകുപ്പുകളിലായുണ്ട്. ചെറിയ വേതനത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് ഏറെയും ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നത്. താൽക്കാലികക്കാരെ പിരിച്ചുവിടാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ അത് ബാധിക്കുക നിരവധി കുടുംബങ്ങളെയാകും. അത്തരം സാഹചര്യം ഉണ്ടായാൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നാണ് ട്രേഡ് യൂണിയനുകൾ നൽകുന്ന സൂചന.